ഇപ്പോൾ നമ്മൾ ഏകദേശം 20% വെള്ളം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ശ്രദ്ധിക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൈ ഫിഷ് ടാങ്ക് ക്രിയേഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുടെ വെള്ളം എങ്ങനെ ചേഞ്ച് ചെയ്യാം, അത് എത്ര നാളുകൾക്ക് ശേഷം ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ അതാണ് ഇന്ന് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം മാറ്റാൻ പോകുന്നത് ഈ ഡബ്ബയിൽ നിന്നാണ്. ഈ ഡബ്ബയിൽ ഏകദേശം 2 ആഴ്ച പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഞാൻ സാധാരണ 2 ആഴ്ച എത്തുമ്പോഴാണ് മാറണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബ്ബ അധികം ചെറിയ ഡബ്ബയുമല്ല, എന്നാൽ വലിയ ഡബ്ബയുമല്ല, ഒരു മിഡിൽ സൈസ്, അതായത് മീഡിയം ടൈപ്പ് ഡബ്ബയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏകദേശം 2 ആഴ്ചത്തോളം വരെ നമുക്ക് ഇതിനകത്ത് വെള്ളം ക്ലിയർ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാൻ 2 ആഴ്ച ആയ കുഞ്ഞുങ്ങളുടെ ഡബ്ബയിൽ നിന്നാണ് ഇപ്പോൾ വെള്ളം മാറ്റുന്നത്. ഇപ്പോൾ നിങ്ങളിതിലേക്കായും ചെറിയ ഡബ്ബകളൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളിട്ടിരിക്കുന്നതെങ്കിൽ ഏകദേശം ഒരാഴ്ചക്ക് കൂടുമ്പോൾ മാറ്റുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഫുള്ള് വെള്ളം അങ്ങോട്ട് മാറ്റി കളയരുത്. ഏകദേശം ഒരു 20% വരെ മാറ്റിയിട്ട് നമുക്ക് അത്ര തന്നെ റീഫിൽ ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ഫുള്ള് മാറ്റരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കിടന്ന വെള്ളത്തിന് നമ്മൾ ഒഴിക്കാൻ പോകുന്ന വെള്ളത്തിന് ടെമ്പറേച്ചർ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് ടൈപ്പ് ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ മീനുകൾ ചത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് വെള്ളം ഒറ്റയടിക്ക് മാറ്റാതെ കുറച്ച് ശേഷം മാറ്റുന്നതായിരിക്കും നല്ലത്. സോ അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ മാറ്റണമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഓസാണ്. ട്രാൻസ്പെറൻറ്റ് ഓസ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടെ വല്ല മീനുകൾ കയറി പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പിന്നെ ഇവിടെ ഓസ് വെച്ച് മാറ്റാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പുകളൊക്കെ വെച്ച് കോരാണെങ്കിൽ ആ ഡബ്ബയിലുള്ള വെള്ളം ഫുള്ള് കിടന്ന് അജിറ്റേറ്റ് ആവും. അപ്പോൾ അജിറ്റേറ്റ് ആവുന്ന സമയത്ത് മീനുകൾക്ക് സ്ട്രെസ് വന്നിട്ട് അത് മീനുകൾക്ക് പ്രശ്നമായി തീരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓസ് വെച്ച് മാറ്റുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഓസ് ആയിരിക്കും കുറച്ചുകൂടി ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനൊക്കെ പറ്റും മീനുകൾ കയറി പോകുന്നുണ്ടോ ഇല്ലെന്നൊക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഓസിൽ വെള്ളം നിറച്ചിട്ടൊന്ന് ഫ്ലോ ആക്കി എടുക്കുക. എന്നിട്ട് 2 അറ്റവും ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിൻ്റെ ഒരറ്റം നമ്മൾ കളയാൻ വച്ചിരിക്കുന്ന ഡബ്ബയിലേക്ക് വെക്കുക, ഒരറ്റം പുറത്തേക്ക് വെക്കുക. പുറത്ത് വെക്കുന്ന അറ്റത്തിൽ ഇതുപോലെ ഒരു അരിപ്പക്കൈ വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മീനുകളിൽ പോവുകയാണെങ്കിൽ, പുറത്തേക്ക് ചാടി പോവുകയാണെങ്കിൽ ഈ അരിപ്പക്കയിൽ തടഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അഴുക്കുകളുള്ള സ്ഥലത്ത് കൂടെ ഈ ഓസ് ഓടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ അഴുക്കുകളൊക്കെ നമുക്ക് സക്ക് ചെയ്ത് ഫുള്ള് പുറത്തേക്ക് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് ടാങ്ക് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ കപ്പുകളൊക്കെ വെച്ച് കോരുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇനി കപ്പ് വെച്ച് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് മീനുകൾക്ക് സ്ട്രെസ് വന്നിട്ട് അതിന് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെള്ളം മാറ്റാം. കണ്ടില്ല, ഇപ്പോൾ അഴുക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ ഒരു 20% വെള്ളം മാറ്റാൻ നോക്കുക. ഫുള്ള് മാറ്റരുത്. ഫുള്ള് മാറ്റിയ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ട് ചത്തുപോകും. സോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം. നമ്മൾ കുറച്ച് വെള്ളം മാറ്റിയിട്ട് കണ്ടില്ലേ, ഇതുപോലെ 20% നമുക്കിപ്പോൾ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇത്രയും കണ്ടില്ലേ, ആ പാട് കണ്ടില്ല, അത്രയാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. നമുക്ക് ഇത്രയും തന്നെ റീഫിൽ ചെയ്യണം. റീഫിൽ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഈ മെത്തേഡ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്തോരം വെള്ളം കളഞ്ഞിട്ടുണ്ടോ അത്രയും തന്നെ വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തിട്ടുണ്ട്. ആ ബക്കറ്റ് ഞാൻ കുറച്ചൊന്ന് പൊക്കി വെച്ചേക്കാണ്. പൊക്കി വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ആയിട്ട് നമുക്ക് വെള്ളം പുറത്തേക്ക് വരും. അത് നേരത്തെ ഉപയോഗിച്ചിട്ട് തന്നെ ആ ഓസ് തന്നെയാണ്. ആ ഓസിൽ വെള്ളം ക്ലിയർ ആക്കി എടുക്കുക. ക്ലിയർ ആക്കി എടുത്തിട്ട് നമുക്ക് മീനുകളുള്ള ഡബ്ബയിലേക്ക് നേരിട്ട് കൊണ്ടുപോയിടാതെ ഇതുപോലെ ഈ ഡബ്ബേൻ്റെ വക്കിലൊന്ന് മുട്ടിച്ച് വെക്കുകയാണെങ്കിൽ വെള്ളം നേരെ ഫ്ലോ ആയിട്ട് ഊർന്നിറങ്ങിക്കോളും. ഇപ്പം നമ്മൾ നടുക്കിലും കവടയ്ക്ക് കൊണ്ട് വെറുതെ വെക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കലങ്ങാൻ സാധ്യതയുണ്ട്, വെള്ളം അജിറ്റേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് മീനുകൾക്ക് അത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ ഡബ്ബകളുടെ സൈഡിൽ വെക്കുന്നതാണ് നല്ലത്. സൈഡിൽ തട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഊർന്നിറങ്ങിക്കോളും. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ എപ്പോഴാണ് മാറ്റേണ്ടതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.